അപ്പം നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. രതീഷണ്ണം വന്നിട്ടുണ്ട്. രതീഷണ്ണം തന്നെയാണ് ഈ വണ്ടി കണ്ണപ്പായിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. രതീഷണ്ണം തന്നെയാണ് തിരിച്ചുകൊണ്ട് കൊടുക്കാനും പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ മാനന്തവാടിയിലോട്ട് പോവാണ്. വണ്ടിയുടെ കൂടെ കൊടുത്തിട്ട് രാവിലെ ഇനി അവിടുത്തെ ബസ്സിൽ കയറി തിരിച്ച് വരണം. അവിടെ പിള്ളേർ വണ്ടി കഴിക്കൊണ്ടിരിക്കുക. ഇവനാണ് ഈ വണ്ടിയുടെ പുതിയ കിളി. എൻ്റെ പേരെന്തുവാടാ? നീ അതിനകത്തോടി ഓടിയാൽ മതി. എൻ്റെ പേരെന്തുവാ? മനു. എൻ്റെ വീടാടാ? നമ്മുടെ അതെ നിൻ്റെ കൂട്ടുകാരന്മാരാണോ അത്? ആണ് നമ്മുടെ പുതിയ വണ്ടി മാണിക്യം ഭാഷ. ഇവിടെ ചെറുക്കനുമായിട്ട് നേരെ മാനന്തവാടിയിലേക്ക് പോവാണ്. ഇവർ കാറിലാണ് വരുന്നതിൻ്റെ ഓണർ, പുതിയ ഓണർ. ഇവിടെ രതീഷണ്ണൻ ദേവളാകത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. രതീഷണ്ണൻ വണ്ടി അതിൻ്റെ വിഷമത്തിലാണ്. ഇതാണ് നമ്മുടെ പുതിയ ഓണർ. നമ്മൾ നേരെ മാനന്തവാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പം ഏകദേശം സമയം 6:30 എന്തായാലും വെളുപ്പിനാവും അങ്ങ് ചെല്ലുമ്പോൾ. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ ബസ് കയറി ഇങ്ങോട്ട് വരണം. അവർക്ക് ഡ്രൈവർ ഇല്ലാത്ത നമ്മളിപ്പോൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആലപ്പുഴ കാണാത്തവർക്ക് വേണ്ടി ആലപ്പുഴ കാണിച്ചു തരാം. അടിപൊളി വൈബാട്ടോ, കാണാൻ രസമുണ്ട്. ഉണ്ട് ഇവിടെ. ചേർത്തലൊക്കെ അടുത്തൊരു പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയതാണ്. അവർ ഫുൾ ടാങ്ക് അടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ് അവിടം വരെ പോകുന്നത് അവിടെ നിന്നിട്ട് ബാക്കി അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഇതൊക്കെ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആഡ്ബ്ലൂ നിറച്ചുകൊണ്ടിരിക്കുക. രതീഷ് മാമൻ എന്താ വായിക്കാതെ കയറിയല്ലേ? നല്ല കാര്യം. രതീഷയുടെ കണ്ണാക്കി ആഡ്ബ്ലൂ കയറി ഗൈസ്. കേട്ടോ, ഇത് നമ്മൾ 20 ലിറ്ററാണ് ആഡ്ബ്ലൂ നിറയ്ക്കുന്നത്. ആ കുറച്ച് പോട്ടെ, ഇടയ്ക്ക് നല്ലതാണ് കുടിക്കുന്നത്. എനർജിയാ. ആഡ്ബ്ലൂ കുറച്ച് ആഡ്ബ്ലൂ കുടിച്ചു, അത്രേ ഉള്ളൂ. എനർജി ഡ്രിങ്കാ. അപ്പം ഇവൻ നമ്മളെ വീട്ടിൽ നിന്ന് പോവുകയാണ്. നാളെ തൊട്ട് വയനാട്ടിലാണ് ഇതിൻ്റെ കളി. എങ്ങനെയുണ്ട് ആഡ്ബ്ലൂ? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഈ കുറച്ച് നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറയാനാ, അത്യാവശ്യം വന്നതുകൊണ്ട് കൊടുത്ത്. നമ്മളങ്ങനെ ഇപ്പം അരൂര് കഴിഞ്ഞു. സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രതീഷണം കണ്ടോ, വണ്ടി കൊടുത്തതിൻ്റെ വിഷമമാണ്. പക്ഷേ കുഴപ്പമില്ല, കാരണം 2-3 മാസത്തിനുള്ളിൽ, മാസമില്ല ഈ മാസം കഴിയുമ്പോൾ തന്നെ 2 ജെയ്സ് നമ്മൾ പണിയാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണപ്പായ ജെയ്സ് വരുന്നുണ്ട്, നമ്മുടെ രതീഷ് മാമനുള്ളതാണ്. പിന്നെ നമുക്ക് പിന്നെ ഇതൊരു പുത്തരിയല്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം ജെയ്സ് വരും പോകും. ഇതുകൊണ്ട് നമുക്ക് പിന്നെ വിഷയമൊന്നുമില്ല. ഈ വർഷം തന്നെ ഇപ്പം 4ാമത്തെ BS6 നമുക്ക്. ഞാൻ ആദ്യം ഇവിടെ ചെറിയൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വണ്ടി കൊടുത്തതിൻ്റെ. വണ്ടി കൊടുക്കാനായിട്ട് ചെറിയായിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. വളരെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ വ്ളോഗ് മോഡൽ എടുക്കണം, പിന്നെ ഇങ്ങനത്തെ വീഡിയോ എടുക്കണം. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ഉള്ളു. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ എടുത്ത്. എന്തായാലും കച്ചവടമൊക്കെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് പുതിയ വണ്ടി വരും, അതുകൊണ്ട് പേടിക്കണ്ട. ഫുൾ മഴയാണ്, മഴയോ മഴ.
അങ്ങനെ നമ്മളിപ്പോ തൃശ്ശൂരായി. തൃശ്ശൂര് റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ വടക്കാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി, അവിടുന്ന് നേരെ പെരിന്തൽമണ്ണ, അവിടുന്ന് അരീക്കോട്, മുക്കം, നേരെ താമരശ്ശേരി. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നല്ല മഴയാത് കാരണം പ്രതി പോകാൻ വേണ്ടതുള്ളൂ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ രതീഷണ്ണൻ്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. ഇവിടെ ബ്രോ ഇവിടെ അവതരിപ്പുണ്ട്. താമരശ്ശേരി എത്തി. നമ്മളൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ രതീഷ് മാമൻ്റെ ചൂക്കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഭയന്ന വരവ് കണ്ടില്ലയോ. അപ്പോൾ രതീഷ് മാമൻ, താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കളുടെ വണ്ടി ഇന്ന് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ. മുതലാളി വണ്ടി വാങ്ങും കൊടുക്കും. നമുക്കെന്ത് കാര്യം എന്നാണ് രതീഷ് അണ്ണൻ്റെ വാക്കുകൾ. പക്ഷേ ഈ വണ്ടി പോയാൽ 2 വണ്ടി രതീഷ് അണ്ണന് വരും. അതാണ് രതീഷ് അണ്ണൻ്റെ പവർ. നമ്മുടെ പുതിയ വണ്ടിയുടെ മുതലാളിയുടെ കാറും മുതലാളീൻ്റെ അകത്തിരിക്കുക. ഓ, എന്തൊരു വെട്ടോ ഇത്. നേരെന്ത് ഇത് വെട്ടം. മൂപ്പര് കാറുമായിട്ട് പോവുകയാണ്. നമ്മൾ ഇതുമായിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഓ, സാറേ ലൈറ്റ് ചെയ്തത്. എന്നെ കൂടെ കൊണ്ടുപോകും. ആ വോട്ടെ റൈറ്റ്. കുരിശിൻ മൂട്ടിൽ. ഇപ്പോൾ കുരിശിമൂട്ടിലെ വണ്ടിയാണ് അങ്ങോട്ട് പോയത്. അടുത്തതായി വയനാട് ചുരമാണ് കയറാൻ പോകുന്നത് നമ്മൾ. കേറട്ടങ്ങനെ കേറട്ടെ. അപ്പം നമ്മൾ ചുരം കയറി അവിടെ കൽപ്പറ്റ കൊണ്ട് വണ്ടി കൊടുത്തിട്ട് ഉടനെ തന്നെ അടുത്ത ബസ്സിൽ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഒരു പാട്ടിരട്ടെ. നമ്മളങ്ങനെ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, തുഷാരഗിരി. ചെറിയ മഴച്ചാറ്റലുണ്ട്. മുകളിലോട്ട് കയറുന്നതനുസരിച്ച് മഴയുണ്ട് കേട്ടോ.
മനസ്സിൽ വരുന്ന ഒരു ഹൈ റേഞ്ച് ഇതാണ്. സാധനം കയറി പോകുന്ന പോക്ക് കണ്ടതാ. എൻ്റെ മോനെ ഇപ്പോഴാണ് ഇടിച്ചാണോ? ആണോ? ഓ, നല്ല മഴയാ വയനാട് ചേർത്തി. സൈഡ് എന്തോ കൊടുത്തയാ പറഞ്ഞങ്ങ് പോയി. ചുരത്തിൽ നല്ല മഴയാ. അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട് മഴയാ കാരണം. നമ്മളിപ്പം വയനാട് ചുരം ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട്. ഫുൾ കോട, ഒരു വകയും കാണാൻ വയ്യ. പന്നി വീണ്ടും വഴുക. വെൽക്കം ടു വയനാട്. അങ്ങനെ നമ്മൾ വയനാടെത്തി. നമ്മളങ്ങനെ കൽപ്പറ്റ എത്തി. ഇവിടെ കൽപ്പറ്റ എത്തിയിട്ട് അവിടുത്തെ ഡ്രൈവർമാർ ഇപ്പോൾ വരും. അപ്പോൾ അവരെ നോക്കി ഇരിക്കുകയാണ്. രതീശൻ വണ്ടിക്കകത്ത കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഇനി ബസ്സിൽ പോകണം. ഈ വരുന്നതാണ് ഇതിൻ്റെ മുതലാളി. അപ്പം മുതലാളി, ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുതിയ മുതലാളി. ഇപ്പം നമ്മുടെ ചെറുക്കിന് നല്ലതായിട്ട് നോക്കിക്കോണം കേട്ടോ. നമ്മൾ വരുമ്പോഴൊക്കെ ഒന്ന് കാണാം, പേടിക്കണ്ട. ആണോ? ആ, ഓക്കെ. അപ്പോൾ ഇതാണ് സെക്കൻഡ് മുതലാളി. അപ്പോൾ മുതലാളി, അപ്പോൾ എന്താ ഒരു കൈ തട്ട്. എന്താ എന്തുവാ? ആ, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രതീഷണ്ണ ഇവിടെ നമ്മുടെ KSRTC KSRTC അവർക്കൊന്നും കട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊക്കെ എപ്പോഴും കട്ട. ഇവർക്ക് കട്ടും നോക്കൊന്നും ഇല്ല കേട്ടോ. വെച്ചും പറത്തു പോകാം. എന്തോ ഒക്കെ പോകുന്നേ. ഉറങ്ങിയിരുന്ന് മനുഷ്യൻ്റെ പണി തീർന്നു. ഡ്രൈവിംഗ് കണ്ടിട്ട് നല്ല നല്ല പണിയാണ് ഇവിടെ.
കോഴിക്കോടും വയനാടൊക്കെ ഭയങ്കര മഴ. നമ്മളങ്ങനെ ഇപ്പം കോഴിക്കോട് കഴിഞ്ഞു. അടുത്ത് കീറിടും. ധാരപ്പടി പടക്കം പോലെ തന്നെ വിടു തുടങ്ങി മകനെ. മോനെ KSRTC-യിലാ ഫർമാസിൻ്റെ 8 ലക്ഷം രൂപയുടെ സെറ്റ് വർക്ക്. അത് ഒരെണ്ണം നോയിരിക്കും 4 ലക്ഷം രൂപയുടെ സ്പീക്കർ ഒരെണ്ണം ഫ്രണ്ട് ഇരിക്കും. കറക്റ്റ് പാട്ടാണ് ഇട്ടേക്കുന്നത്. പടക്കപ്പനാണോടാ എലിപ്പെട്ടിയാണോടാ സുഗന്ധം നമോന്തായം പടക്കാട്ടിലും പടക്കാട്ടിക്കൊണ്ടാലും ഇരുമ്പിന്നാലും ഇതാണ് എൻ്റെ കൊട്ടാരം പട്ടിരി മാട്ട നെട്ടോട്ടം. കറക്റ്റ് പാട്ടാ അവരിട്ടേക്കുന്നത് കേട്ടോ. എന്തോ ചെയ്യാൻ. നമ്മളങ്ങനെ തിരിച്ച് ചേർത്തല കയറി നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് സുരേഷണ്ണൻ ഒരു ബിരിയാണി വാങ്ങാനായിട്ട് പകുതി ഇട്ടിട്ട് വന്നേ കേട്ടോ. അങ്ങനെ വേണ്ടി ആലപ്പുഴ ആകാറായി. അപ്പോൾ നമ്മൾ നേരെ ഷെഡിലോട്ടാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് ചെയ്തത് നമ്മുടെ KSRTC-യിലാണ്. വിത്ത് രതീഷണ്ണൻ ഇറപ്പെട്ടനൊരിട്ടം തന്നൊരു പോലെ ഇറക്കി ബസ്സാരൊരു ബസ് വാങ്ങിയ രസൽ സംഭവമായി കുന്തളിക ഇത് മനുഷ്യനെ കറക്കും തളിക.